പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊപ്പം ആദ്യം ഇന്ന് ഈ വാർത്താ പ്രഭാതത്തിൽ ചിരിക്കുന്ന മുഖവുമായി നിൽക്കുന്നത് പി കെ ബഷീറാണ്. എപ്പോഴും പി കെ ബഷീറിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടല്ലോ, ടെൻഷനൊക്കെ അങ്ങോട്ട് മാറും അല്ലേ? പി കെ ബഷീർ നിയമസഭയിൽ സംസാരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും നർമ്മം കലർന്ന ആ ചിരിയോടുകൂടിയാണ് പി കെ ബഷീർ സംസാരിക്കുക. നിയുക്ത മന്ത്രി പി കെ ബഷീർ തത്സമയം നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം പി കെ ബഷീർ സാഹിബ്, അഭിനന്ദനങ്ങൾ. താങ്ക് യു. നമ്മള് വയനാട്ടിലാണ്. തീർച്ചയായിട്ടും 100% ഉറപ്പായിട്ടും. മാത്രമല്ല, വളരെ പ്രതീക്ഷയോടു കൂടിയാണ് നമ്മൾ ഈ സർക്കാരിനെയും കാണുന്നത്. ജനം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ. സി പി കെ ബഷീർ, എനിക്ക് തോന്നുന്നു അച്ഛൻ സിദി ഹാജിക്ക് ഒരു പക്ഷേ എത്താൻ കഴിയാത്തിടത്തേക്ക് മകൻ വന്ന് കയറുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടം കൂടിയാണ്. ഏറെക്കാലത്തെ നിയമസഭാ സാമാജികത്വം മാത്രമായിരുന്നു അങ്ങയ്ക്ക് പറയാനുള്ളതെങ്കിൽ ഇനിയൊരു പുതിയ കഥ കൂടിയാണ് അങ്ങ് പറയാൻ പോകുന്നത്. അങ്ങയുടെ ഒപ്പമുണ്ടായിരുന്ന ഒരുപാട് പേര് വളരെ സന്തോഷത്തോടെയൊക്കെ പോസ്റ്റ് ഇടുന്നത് കണ്ടു. ശ്രീ പി കെ ബഷീർ കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇത് ജീവിതത്തിലൊരു പുതിയ അനുഭവം ആയിരിക്കുമല്ലോ. പല മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കണ്ടിട്ടുണ്ട്. ചീഫ് വിപ്പായിട്ട് വീട്ടിൽ തന്നെ ഒരാളുണ്ടായിരുന്നു. പക്ഷേ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. മനസ്സിൽ എന്താ ഉള്ളത്? വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു പൊതുജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഒരു ഉന്നത സ്ഥാനമാണ്. അതിൽ വളരെ നന്ദിയുണ്ട്. അതിന് സഹായകരമായ നിലപാടെടുത്ത പാർട്ടി പ്രസിഡന്റ് സാദിഖ് തങ്ങളെ, കുഞ്ഞാഴ്ച സാഹിബ്, പാർട്ടി നേതൃത്വം, പ്രവർത്തകന്മാർ, അണികൾ, എല്ലാവരോടും നിങ്ങളുടെ എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് ഉറങ്ങി വെച്ചാൽ വാപ്പാനെ കുറെ ആലോചിച്ചു. എൻ്റെ രാഷ്ട്രീയ ഗുരു, എൻ്റെ വന്ദനായ പിതാവ്, എല്ലാവർക്കും പ്രിയങ്കരനായ സീതിയാജിയാണ്. വാപ്പ സാധാരണക്കാരനായി ജനിച്ചു. അങ്ങനെ സ്വയപ്രയത്നം കൊണ്ട് എല്ലാ ഇതിലും ഉന്നതിയിലൊക്കെ എത്തി. വാപ്പ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എപ്പോഴും, ഞാൻ നിങ്ങളോട് ആദ്യമായി ആമുഖമായി പറയാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയ ഗുരു എന്ന് പറഞ്ഞാൽ വാപ്പ പറഞ്ഞത്, ആരെന്ത് കാര്യത്തിനൊന്ന് പറഞ്ഞാലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് പറയാം. നടക്കാൻ പറ്റാത്ത ആണെങ്കിൽ 100% നടത്തി കൊടുക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അത് അവരോട് തുറന്ന് പറയണം. ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കരുത് എന്നാണ് എൻ്റെ വാപ്പനോട് പറഞ്ഞത്. ഞാൻ 1982, 87, 90 കാലഘട്ടത്തിൽ ഇടവണ്ണ സർവീസ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായപ്പോൾ എൻ്റെ വീട്ടിലെ ഒരാളിങ്ങനെ എന്നെ വന്ന് കണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ തറവാട്ടിലാണ്. പാപ്പ നിങ്ങൾക്ക് അറിയില്ല, നല്ല ചേസ് സ്മോക്കറാണ്. അങ്ങനെ സിഗരറ്റ് വെച്ച് കൊടുക്കുമ്പോൾ എന്നോട് വിളിച്ചു, ചങ്ങായി ഇവിടെ വാ. എന്തിനാ അയാൾ അങ്ങനെ ഇവിടെ വന്ന് പോകണമെന്ന് ചോദിച്ചു. നമ്മളെ നാട്ടിലെ ഭാഷയിൽ ഓനെന്തിനാ വന്ന് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയാളിങ്ങനെ ബാങ്കിലെ ലോൺ ഉണ്ട്, അത് നടക്കൂല ചോദിച്ചു. ഞാൻ പറഞ്ഞ പ്രയാസമാണ്. എന്നാൽ പിന്നെ അതാണ് പറഞ്ഞാൽ പോരെ, ആരെയും അങ്ങോട്ട് നടത്തി ഓരൊക്കെ പൈസ ഇവിടുന്ന് കടം വാങ്ങി. അന്നൊക്കെ അക്കാലത്ത് 2 റുപ്യ ഒക്കെ ഉണ്ടെങ്കിൽ ചായ 10 പൈസക്ക് പൊറാട്ടയൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ആളുകളെ നടത്തരുത്, ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അവന് കേൾക്കുമ്പോഴേ വിഷമം ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് മനസ്സിൽ ഒരു കടുപ്പില്ല. പിന്നെ എപ്പോഴും ഇങ്ങനെ ആളുകളെ അവരുടെ പിരാക്കം കേൾക്കരുത്, അതൊക്കെ വളരെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു ലേലിൻ്റെ ഒരു ഇതാണ്. അതുകൊണ്ടാണ് എനിക്ക് അകം പുറം ഒന്നാണ്. എനിക്ക് ഉള്ളിലൊന്ന് വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. അതാണ് എൻ്റെ ഒരു. ഓക്കെ. അപ്പം ഏത് വകുപ്പ് കിട്ടിയാലും ഒരാളെയും നടത്തിക്കാതെ, ഒരാളെ കൊണ്ടും ചിപ്പൊന്ന് പറയിപ്പിക്കാതെ, ഒരു പ്രാക്കിനുള്ള ഇട കൊടുക്കാതെ ഭരിക്കും അല്ലേ? അതെ, നല്ല രീതിയിൽ കൈകാര്യം ഭാരിച്ചൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ കേരളീയ സമൂഹത്തിൻ്റെ മന്ത്രിയാണ്. നമുക്ക് ആശയങ്ങളും രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെല്ലാവരുടെയും മന്ത്രിയാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിന് നിങ്ങളെല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഏത് വകുപ്പായാലും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തി ആരാണ്? സത്യപ്രതിജ്ഞ വെച്ചാൽ എനിക്ക് ഒരുപാട് ഇത് കാണാനിപ്പം വാപ്പല്ല. പിന്നെ ഉമ്മ പ്രായമായി. പിന്നെ എൻ്റെ എന്നെ കൈപ്പിടിച്ച് ഉയർത്തിയ 1-2 ആളുകളുണ്ടായിരുന്നു. അവർ ഒക്കെ മരിച്ചുപോയി. 15 കൊല്ലം മുമ്പ്, 12 കൊല്ലം മുമ്പ് അവരൊക്കെ പോയി. അപ്പോൾ അവർക്കൊന്നും ഒക്കെ പഠിച്ചവനൊക്കെ സ്വർഗ്ഗജീവിതം പ്രദാനം ചെയ്യട്ടെ എന്നാണ് പറയാനുള്ളത്. ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒക്കെ എനിക്ക് നന്നായി അറിയാം. ഉഷാറാവട്ടെ. അപ്പോൾ പ്രാർത്ഥന ഓത്ത് ടേക്കിംഗ് ഒക്കെ എടുത്തു വെച്ച് 2-3 തവണ വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് സത്യപ്രതിജ്ഞ, മന്ത്രി എന്ന നിലയിൽ സത്യപ്രതിജ്ഞ എടുക്കുന്നത്. മന്ത്രി എന്ന നിലയിലുള്ള സത്യപ്രതിജ്ഞ ഇത് ആദ്യമായിട്ടാണല്ലോ. MLA എന്ന നിലയിൽ ചൊല്ലിയിട്ടുണ്ടെങ്കിലും. പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും പഞ്ചായത്ത് മെമ്പറായിട്ടും ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടും MLA ആയിട്ടൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ മന്ത്രിയായിട്ട് പഠിച്ചവൻ അനുഗ്രഹം കൊണ്ട്
സത്യപ്രതിജ്ഞ ചെയ്യാണ്. വായിച്ചിട്ടില്ല, ഇനി കിട്ടുമ്പോൾ ഒന്ന് വായിക്കണം ഒന്നും കൂടി. എന്തായാലും പിന്നെ സ്വാഭാവികമായിട്ട് ആർക്കും ഉണ്ടാവുമല്ലോ ആ സമയത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ. അതൊക്കെ പിന്നെ നമ്മൾ എല്ലാം ഒന്ന് പഠിക്കുമല്ലോ. ഓക്കെ, ടെൻഷനൊന്നും വേണ്ട. എത്രയോ ക്രൈസിസുകളെ പി കെ ബഷീർ മുറുകെ കടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഗംഭീരമാവട്ടെ പുതിയ വകുപ്പും മന്ത്രിസഭയും ഒക്കെ നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ. ബന്ധപ്പെടാം കേട്ടോ. തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ കാണാൻ ഞാൻ വരും കേട്ടോ. തീർച്ചയായിട്ടും. താങ്ക് യു ശ്രീ പി കെ ബഷീർ. താങ്ക് യു. അഭിനന്ദനങ്ങൾ. പി കെ ബഷീർ നിയുക്ത മന്ത്രിയാണ് നമുക്കൊപ്പം ചേർന്നത്.